ലോക മനസാക്ഷിയെ നടുക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം നടന്നിട്ട് 24 വർഷം. അമേരിക്കൻ ഐക്യനാടുകളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അൽ-ഖ്വയ്ദ ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിന് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ല. സെപ്റ്റംബർ 11 രാവിലെ 8:30 ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ 2 ടവറുകളിലേക്ക് ഭീകരർ വിമാനങ്ങൾ ഇടിച്ചു കയറ്റി. മിനിറ്റുകൾക്കകം ഇരു ടവറുകളും നിലംപൊത്തി. 19 പേരടങ്ങുന്ന അൽ-ഖ്വയ്ദ ഭീകരർ സംഘങ്ങളായി തിരിഞ്ഞ് 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. സംഘം 4ആയി തിരിഞ്ഞാണ് ആക്രമണം നടത്തിയത്. തൊട്ടുപിന്നാലെ അമേരിക്കൻ സൈന്യത്തിന്റെ ആസ്ഥാനമായ പെന്റഗണിലേക്ക് അടുത്ത വിമാനം ഇടിച്ചിറങ്ങി. 4ാമത്തെ വിമാനം വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കിയുള്ളതായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യാത്രക്കാരും ഭീകരരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പെൻസിൽവാനിയയിലെ പാടശേഖരത്ത് വിമാനം തകർന്നു വീണു. 77 രാജ്യങ്ങളിൽ നിന്നുള്ള 2977 പേർ കൊല്ലപ്പെട്ടു. 10,000-ലധികം പേർക്ക് പരുക്കേറ്റു. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ ഭീകരാക്രമണമായിരുന്നു അത്. അൽ-ഖ്വയ്ദ ഭീകരൻ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദാണ് ആക്രമണത്തിന്റെ ആശയം ഒസാമ ബിൻ ലാദന് മുന്നിൽ അവതരിപ്പിച്ചത്. 1998 ബിൻ ലാദൻ പദ്ധതിക്ക് അനുമതി നൽകി. ആക്രമണം നടന്നതിന് തൊട്ടടുത്ത മാസം അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തി. ഡിസംബറോടെ താലിബാൻ ബുദ്ധികേന്ദ്രമായിരുന്ന ബിൻ ലാദനെ അമേരിക്ക വധിച്ചു. 10 വർഷത്തോളം നാറ്റോ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ തുടർന്നു. എന്നാൽ സൈന്യം മടങ്ങിയതോടെ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ അധികാരത്തിലെത്തി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.